മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാർച്ച് 21 ഇന്നത്തെ വിശുദ്ധ ബലിമധ്യേ നമ്മൾ വായിച്ചു കേൾക്കുന്ന ഒന്നാമത്തെ വായന ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ശാന്തനായ കുഞ്ഞാടിനെ പോലെയായിരുന്നു ഞാൻ. ഫലത്തോടു കൂടെ തന്നെ വൃക്ഷത്തെ നമുക്ക് നശിപ്പിക്കാം, നമുക്കവനെ പിഴുതെറിയാം, അവൻ്റെ പേര് ഇനിമേൽ ആരും ഓർക്കരുത്. ഒന്നാമത്തെ വായനയിൽ ജെറമ്യാ പ്രവാചകൻ പറയുന്നത് യേശുവിൻ്റെ കുരിശുമരണത്തിൽ ഗാഗുൽത്തായിലേക്കുള്ള യേശുവിൻ്റെ പീഡാനുഭവങ്ങളിൽ നമ്മളത് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. യേശുവിൻ്റെ നാമം ഒരിക്കലും ആരും അറിയരുതെന്ന ഫലത്തോടുകൂടെ എല്ലാം പിഴുതെറിഞ്ഞ് കുരിശുമരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചുവെന്ന യഹൂദന്മാരുടെ ചിന്തയ്ക്ക് മുകളിൽ യേശുവിൻ്റെ വചനങ്ങൾ, യേശുവിൻ്റെ വാക്കുകൾ ശക്തമായിട്ട് ലോകത്തിൽ പ്രവർത്തിക്കുന്നു. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 40 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിവിടെ കാണുന്നത് ഒന്നാമത്തെ വായന സുവിശേഷത്തിൽ നിവൃത്തിയാകുന്നതാണ്. ഒന്നാമത്തെ വായന സുവിശേഷത്തിൽ യേശുവിനെതിരെയുള്ള ഗൂഢാലോചനയിൽ ഗൂഢാലോചകരുടെ ചിന്തകളും പ്രവൃത്തികളും ഒന്നാം വായനയ്ക്ക് സമമാണെന്ന് നമുക്കറിയാം. യേശു രക്ഷകനല്ല. കാരണം അവർ പറയുന്നത് രക്ഷകൻ ഗലീലയിൽ നിന്ന് വരില്ല, പിന്നെയോ രക്ഷകൻ വരുന്നത് ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹേമിൽ നിന്നാണ് എന്ന് അവർ പറയുന്നു. നമുക്കറിയാം യേശു ജനിക്കുന്നത് ബെത്ലഹേമിലാണ്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ 51-ാം വാക്യത്തിൽ നിക്കമോദിസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, യഹൂദജനത്തിൻ്റെ ഇരട്ടത്താപ്പ് നയത്തെ നിക്കോദേമോസ് ചോദ്യം ചെയ്യുകയാണ്. നിക്കോദേമോസ് പറയുന്നു, നമ്മുടെ നിയമമനുസരിച്ച ഒരു മനുഷ്യന് പറയാനുള്ളത് കേൾക്കാതെ അവനെ വിധിക്കുവാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നില്ലല്ലോ എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുന്നു യഹൂദ മത നേതാക്കന്മാരോട്. നീതി നടത്തുമ്പോൾ ഇരട്ടത്താപ്പ് പാടില്ല എന്ന് വ്യക്തമാക്കി നിക്കോദേമോസ് ഇവിടെ ചോദിക്കുകയാണ്. യേശുവിൻ്റെ പക്ഷം ചേർന്ന് സംസാരിക്കുന്നവരെ അവരാരും ശരിയല്ല എന്നും അവരോടൊക്കെ യഹൂദന്മാർക്കും ഫരീസയർക്കും വെറുപ്പായിരുന്നു. അധികാരികൾ ഫരീസയർ ആരെങ്കിലും യേശുവിൽ വിശ്വസിച്ചിട്ടുണ്ടോ എന്നാണ് അവർ നിക്കോദേമോസിനോട് ചോദിക്കുന്നത്. നമുക്കറിയാം, നിയമം അറിഞ്ഞുകൂടാത്തവർ ശപിക്കപ്പെട്ടവരാണെന്ന് യഹൂദർ പറഞ്ഞിരുന്നു. ഇത് സുവിശേഷത്തിൽ 49-ാം വാക്യത്തിൽ നമ്മളത് കേൾക്കുന്നു, നിയമം അറിയില്ലാത്തവർ ശപിക്കപ്പെട്ടവരാണ് എന്ന് ഫരീസയർ പറയുമ്പോൾ സുവിശേഷകൻ ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പുത്രനെ അനുസരിക്കാത്തവരുടെ മേൽ ദൈവത്തിൻ്റെ കോപം നിബന്ധിക്കുമെന്ന, പുത്രനെ അനുസരിക്കാത്തവരുടെ മേൽ ദൈവത്തിൻ്റെ കോപം നിബന്ധിക്കുമെന്ന യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. നിക്കോദേമോസ് ഒരു ചെറുത്തുനിൽപ്പ് ഇവിടെ നടത്തുകയാണ്. ഒരാളെ കേൾക്കാതെ, ഒരാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കാതെ എങ്ങനെയാണ് ഒരു ന്യായവിധി നടത്തുക എന്ന്. നിക്കോദേമോസ് ഉയർത്തിയ അവകാശവാദം നിയമത്തിൻ്റെ പിൻബലത്തിലും അടിസ്ഥാനത്തിലുമാണ്. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം കാണിക്കാതെ ചെറിയവനെന്നോ വലിയവൻ്റെയോ വാദങ്ങൾ ഒരുപോലെ കേൾക്കണമെന്ന നിയമാവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇവിടെ യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാനായിട്ട് യഹൂദ മത നേതാക്കന്മാർ താല്പര്യം പ്രകടിപ്പിക്കാതെ പോകുമ്പോൾ അത് എഴുതി വച്ചിരിക്കുന്ന, നൽകപ്പെട്ടിരിക്കുന്ന നിയമത്തിൻ്റെ നഗ്നമായ ലംഘനമാണെന്ന് നിക്കോദേമോസ് ഇവിടെ അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
യഹൂദ മത നേതാക്കന്മാർ പറയുന്നത്, ഫരീസയരും നിയമജ്ഞരും പറയുന്നത്, ഒരു പ്രവാചകനും ഗലീലയിൽ നിന്ന് വരില്ല എന്ന്. അത് അവരുടെ അജ്ഞതയുടെ അടയാളമാണ്. യോനാ പ്രവാചകനും നാഹു പ്രവാചകനും ഗലീലയായിൽ ഉദയം ചെയ്തവരാണ്. യോന സെബുലോൻ ഗോത്രത്തിലും നാഹു വടക്കൻ ഗലീലയിലെ എൽക്കോഷ് പട്ടണത്തിലുമാണ്. അവിടെ നിന്നാണ് അവർ തൻ്റെ പ്രവചനങ്ങൾ, അവർ പ്രവാചകന്മാരായിട്ട് വരുന്നവരുടെ ദേശങ്ങൾ അവിടെയാണ്. നാഹുവിൻ്റെ ബുക്ക് 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമാക്കി പറയുന്നുണ്ട്. യേശുവിൻ്റെ പ്രബോധനം മനുഷ്യൻ്റെ ആന്തരികാത്മാവിൻ്റെ ദാഹം ശമിപ്പിക്കാനുള്ളതാണ്. മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ദാഹം ശമിപ്പിക്കുക എന്നുള്ളതായിരുന്നു യേശുവിൻ്റെ ആഗ്രഹവും യേശുവിൻ്റെ പ്രബോധനങ്ങളും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം ആത്മാവാണ്. ദൈവത്തെ ആരാധിക്കേണ്ടത് ആ മലയിലോ ഈ മലയിലോ അല്ല, ആത്മാവും സത്യവുമാണ് ദൈവമെന്ന് അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. മനുഷ്യനെ ആത്മീയമായി ആശ്വസിപ്പിക്കുന്ന ഒരു പ്രബോധനം ഈശോ നൽകുമ്പോൾ യഹൂദന്മാരുടെ ചിന്താരീതികൾക്ക് അപ്പുറമായിട്ട്, അവരുടെ ഇംഹിതത്തിന്, അവരുടെ താല്പര്യങ്ങൾക്ക് ഈശോ വഴങ്ങാതെ വരുമ്പോൾ, അവിടെ തെറ്റുകളെ മുഖത്ത് നോക്കി ചോദ്യം ചെയ്യുമ്പോൾ അവർ അവനെ കൊല്ലുവാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്നു. ഇന്നേ ദിനത്തിൻ്റെ ഈ വചനങ്ങൾ നമ്മുടെ ഇന്നേ ദിനത്തിനൊരു അനുഗ്രഹമായിട്ട് മാറട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.